നമസ്കാരം. ഇന്ന് നമുക്ക് കൂർമാവതാരത്തെക്കുറിച്ച് സംസാരിക്കാം. ശ്രീ മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം. കൂർമാവതാരത്തെ ഭജിച്ചാൽ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുകയും ബുദ്ധി വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കൂർമാവതാരം പിറവി കൊള്ളാനുണ്ടായ സാഹചര്യം ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ ദുർവാസാവു മഹർഷി ഒരിക്കൽ ദേവലോകം സന്ദർശിച്ചപ്പോൾ അതിവിശിഷ്ടമായ ഒരു ഹാരം ദേവാധിപനായ ദേവേന്ദ്രന് സമ്മാനിച്ചു. ഇന്ദ്രൻ ഈ ഹാരം തൻ്റെ വാഹനമായ ഐരാവതത്തിന് ചാർത്തി. വിശിഷ്ടമായ ഹാരത്തിൻ്റെ പരിമളത്തെ തുടർന്ന് തേനീച്ചകളും വണ്ടുകളും ആകർഷിക്കപ്പെടുകയും ഈ ചെറുജീവികൾ ഐരാവതത്തിന് ഉപദ്രവമായി ഭവിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന ഐരാവതം ഈ ഹാരം വലിച്ചെടുത്ത് നിലത്തിട്ട് ചവിട്ടിയരച്ചു. തൻ്റെ സമ്മാനം ഇന്ദ്രൻ നിന്ദിച്ചതായിട്ടാണ് ദുർവാസാവു മഹർഷിക്ക് തോന്നിയത്. ഇതിൽ കുപിതനായ മഹർഷി ദേവേന്ദ്രനെയും മൊത്തം ദേവഗണങ്ങളെയും ശപിച്ചു. സുഖഭോഗങ്ങളിൽ ഉന്മത്തരായ ദേവന്മാരുടെ എല്ലാ ഐശ്വര്യങ്ങളും സൗന്ദര്യവും ആരോഗ്യവും ക്ഷയിച്ച് ജരാനരകളും മരണങ്ങളും സംഭവിക്കട്ടെ എന്നായിരുന്നു ശാപം. ശാപം മൂലം ദേവന്മാരുടെ എല്ലാ ഐശ്വര്യങ്ങളും സൗന്ദര്യവും ഇല്ലാതായി ജരാനരകൾ ബാധിക്കാൻ തുടങ്ങി. തുടർന്ന് തനിക്ക് പറ്റിയ അബദ്ധത്തിന് ഇന്ദ്രനും ദേവഗണങ്ങളും മഹർഷിയോട് മാപ്പിരുന്നു. ഒടുവിൽ കോപം ശമിച്ചപ്പോൾ ദുർവാസാവു മഹർഷി അവർക്ക് ശാപപരിഹാരവും നൽകി. പാലാഴി മഥനം നടത്തി അമൃത് സേവിക്കുക എന്നതായിരുന്നു പരിഹാരമായി നിർദ്ദേശിച്ചത്. മന്ധരപർവ്വതത്തെ കടകോലാക്കിയും വാസുകി എന്ന സർപ്പത്തെ കയറുമാക്കി ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു തുടങ്ങി. ഈ സമയത്ത് മന്ധരപർവ്വതം താഴേക്ക് താണുപോകാൻ തുടങ്ങിയതോടുകൂടി എല്ലാവർക്കും നിരാശയായി. ദേവന്മാരുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ മഹാവിഷ്ണു കൂർമാവതാരം സ്വീകരിച്ച് മന്ധരപർവ്വതത്തിൻ്റെ അടിയിലെത്തി അതിനെ മേൽപോട്ടുയർത്തി പാലാഴി മഥനം സാധ്യമാക്കി എന്നതാണ് ഐതിഹ്യം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഹിന്ദു പുരാണങ്ങളിൽ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തേതാണ് കൂർമാവതാരം. കൂർമ്മം എന്നത് ആമയെ സൂചിപ്പിക്കുന്നു. സമുദ്രമഥനത്തിൻ്റെ മഹത്തായ കഥയിൽ വിഷ്ണു ആമയുടെ രൂപം സ്വീകരിച്ച് ലോകത്തിൻ്റെ രക്ഷകനായി മാറുന്നു. ഇന്ന് നാം ഈ കഥ കേൾക്കുക മാത്രമല്ല അതിൻ്റെ തത്വചിന്തയും ജീവിതപാഠങ്ങളും മനസ്സിലാക്കുകയാണ്. ദേവന്മാരും അസുരന്മാരും അമൃത് നേടാൻ സമുദ്രം മഥിക്കാൻ തീരുമാനിച്ചു. മഥനത്തിനായി മന്ധരപർവ്വതം ഉപയോഗിച്ചു. കയറായി വാസുകിയും. എന്നാൽ മന്ധരപർവ്വതം സമുദ്രത്തിൽ മുങ്ങിത്തുടങ്ങി. അപ്പോൾ വിഷ്ണു കൂർമാവതാരം സ്വീകരിച്ച് തൻ്റെ പിൻഭാഗം ആമയെപ്പോലെ സമുദ്രത്തിൽ സ്ഥാപിച്ചു. പർവ്വതം അതിൻ്റെ മേൽ നിലകൊണ്ടു. മഥനം വിജയകരമായി നടന്നു. മഥനം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി വിഷമാണ് പുറത്തേക്ക് വന്നത്. അതിൻ്റെ പേരാണ് ഹലാഹല വിഷം. ശിവൻ അത് ഒരു തുള്ളി പോലും ഭൂമിയിൽ വീഴാതെ കുടിച്ച് ലോകത്തെ രക്ഷിച്ചു. തുടർന്ന് കാമധേനു, കൽപ്പവൃക്ഷം, അപ്സരസുകൾ, ചന്ദ്രൻ, ലക്ഷ്മി, ഒടുവിൽ അമൃത് എന്നിവ പുറത്തു വന്നു. ഇവയെല്ലാം കൂർമാവതാരത്തിൻ്റെ പിന്തുണയാൽ സാധ്യമായി. ഇനി ഇതേക്കുറിച്ചുള്ള തത്വചിന്ത നമുക്ക് നോക്കാം. ആമയുടെ രൂപം എന്നതുകൊണ്ട് സ്ഥിരത, സഹിഷ്ണുത, ധൈര്യം എന്നിവ അർത്ഥമാക്കുന്നു. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ധൈര്യവും സഹനവും ആവശ്യമാണ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം വിഷം പുറത്തു വരികയും അമൃത് പിന്നീട് പുറത്തു വരികയും ചെയ്യുന്നു. ഇനി സഹകരണത്തിൻ്റെ കാര്യമെടുത്താൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് പ്രവർത്തിച്ചതുപോലെ സമൂഹത്തിൽ വ്യത്യസ്തർ ചേർന്നാൽ വലിയ നേട്ടങ്ങൾ നേടാം. ഇനി സഹനശക്തി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് വലിയ നേട്ടങ്ങൾ നേടാൻ സമയം വേണം. സഹകരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യത്യസ്തർ ചേർന്നാൽ വലിയ ലക്ഷ്യങ്ങൾ നേടാം എന്നുള്ളതാണ്. ഇനി വിഷത്തിൻ്റെയും അമൃതിൻ്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ആദ്യം പ്രതിസന്ധി നേരിടണം, പിന്നെയേ നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സ്ഥിരത. ആമയുടെ തോട് പോലെ ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങളും അടിസ്ഥാനങ്ങളും വേണം. കൂർമാവതാരം ഒരു പുരാണകഥ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. സഹനവും സ്ഥിരതയും സഹകരണവും പ്രതിസന്ധികളെ അതിജീവിച്ച് നേട്ടം നേടുന്നതും ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ്. വിഷ്ണുവിൻ്റെ കൂർമാവതാരം ലോകത്തെ രക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും രക്ഷിക്കാൻ പല പാഠങ്ങളും നൽകുന്നുണ്ട്.